ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇത് ഒരുക്കിയിട്ടുള്ള എക്സിബിഷനുകളാണ്. ഇപ്പൊ ലോകോത്തരമായ പല ബ്രാൻഡുകളും കേരളത്തിൽ നിന്ന് ലോകോത്തരമായി വളർന്ന ബ്രാൻഡുകളും അങ്ങനെ കേരളത്തിന്റെ വ്യവസായത്തിന് വളരെയധികം സഹായിച്ച ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയധികം വ്യവസായങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനുള്ള വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ എക്സിബിഷൻ. അത് എക്സിബിഷൻ കണ്ട് തന്നെ മനസ്സിലാക്കണം. എക്സിബിഷന്റെ വിശേഷങ്ങളും കൂടെ നമുക്കത് കണ്ടുനോക്കാം. നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്റെ ബാക്കിലുള്ള ഇത്രയും സ്റ്റോളുകളും, അത് വിവിധ തരം സാധനങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ടെക്നോളജിക്കലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും അല്ല. ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ, അതേ സ്ഥലത്ത് തന്നെ ടെക്നോളജി ഉണ്ട്, അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഷിപ്പിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ഒക്കെ സ്റ്റോളിൽ ഇവിടെ നമ്മുടെ വാട്ടർ മെട്രോയുടെ തന്നെ മുഴുവൻ മോഡലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്പോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എന്റെ ബാക്കിലുള്ള ഈ മാനുവൽ ക്ലീനിങ് മെഷീൻ. നമ്മുടെ ജെൻറോബോട്ടിക്സിന്റെ ബാൻഡിക്കോട്ട് എന്ന് പറയുന്ന മാനുവൽ ക്ലീനിങ് മെഷീനാണിത്. അതിന് ഒരുപാട് ആൾക്കാർ അതിന്റെ കാര്യങ്ങൾ അറിയാനും എല്ലാമായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ ഒരിടത്തും ഇപ്പൊ മനുഷ്യനിറങ്ങി മാനുവൽ ക്ലീൻ ചെയ്യുന്നില്ല. മാനുവൽ ക്ലീൻ ചെയ്യുന്നത് ഈ മെഷീനാണ്. അതിന്റെ ജെൻറോബോട്ടിക്സിനെ പറ്റി സർക്കാരിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. ഇൻവെസ്റ്റ് കേരളയുടെ എക്സ്പോയ്ക്കകത്ത് കേരളത്തിലെ ഫുഡ് പ്രോഡക്ട്സ്, ഈ റോക്കറ്റിന്റെ ഇന്റീരിയേഴ്സ്, ഷിപ്പിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ജെൻറോബോട്ടിക്സ്, അങ്ങനെ പിന്നെ കയർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അങ്ങനെ ഒരുവിധപ്പെട്ട കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യവസായങ്ങളുടെയും ഒരു മിനിയേച്ചർ രൂപം ഈ ഇൻവെസ്റ്റ് കേരളയുടെ എക്സ്പോയിലുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്ന് അവരെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി കൊണ്ട് വ്യവസായങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറാണ് ഈ എക്സിബിഷൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.